ദേശീയ ഗെയിംസ് അഴിമതിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കായികമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് മുൻ കായികമന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. മോഹൻലാലിനെ മറയാക്കി അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും ഗണേഷ് വിമർശിച്ചു. ദേശീയ ഗെയിംസ് അഴിമതി CBI അന്വേഷിക്കണമെന്നും നേര് പറഞ്ഞതിന് ജിജി തോംസനെ വിമർശിക്കുന്നത് ശരിയല്ലെന്നും ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞു. ദേശീയ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിന്റെ ദൂർത്തുകൂടിയതിൽ കായികമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പങ്കുണ്ടെന്ന വിമർശനത്തോടെയാണ് കെ.ബി. ഗണേഷ് കുമാർ ആഞ്ഞടിച്ചത്. മന്ത്രി ഇതൊന്നും ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട, കാരണം ഇതിന്റെ നടത്തിപ്പിന്റെ ചുമതല ഉണ്ടായിരുന്നതാണ് കുറെ കാലം. അതിൽ മന്ത്രിക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ഇതിന്റെ നടത്തിപ്പിൽ. ഒളിമ്പിക് അസോസിയേഷനെ തലയിൽ വയ്ക്കുക അതൊന്നും ഒരു മാന്യതയല്ല. ഈ അവസാന ഘട്ടത്തിൽ സ്വജനപക്ഷപാതം നടത്താൻ ആളുകളുടെ പോക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്യും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾ. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ ടെന്നീസ് ക്ലബിന് 4 കോടി രൂപ അനുവദിച്ചതിലുൾപ്പെടെ ഗെയിംസുമായി ബന്ധപ്പെട്ട ഓരോ അഴിമതിയും ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടി. എന്തിനാണ് കോടിക്കണക്കിന് രൂപ, 4 കോടിയോളം രൂപ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ടെന്നീസ് ക്ലബിന്റെ ഉള്ളിൽ ചെലവഴിച്ചിട്ടുണ്ട്, സ്വകാര്യ ക്ലബിന്റെ ഉള്ളിൽ. മോഹൻലാലിനെ മറയാക്കി അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമം. പരിപാടി പരാജയപ്പെട്ടു, മോഹൻലാൽ സ്വന്തം കയ്യിൽ നിന്ന് പൈസ തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. ആ പൈസ സ്വീകരിച്ചുകൊണ്ട് ആ മനുഷ്യനെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. മറ്റ് നെറികേടുകളെ കുറിച്ചാണ് അന്വേഷിക്കേണ്ടത്. ഈ ഒരു ലാലിസം മുന്നിൽ നിർത്തിയിട്ട് അതിന്റെ പുറകെ നടക്കുന്ന തെറ്റുകളെ മുഴുവൻ ന്യായീകരിക്കാനുള്ള ഒരു ദുഷ്ടലക്ഷ്യം. ദേശീയ ഗെയിംസ് നടത്തിപ്പിൽ കൊള്ളയാണ് നടക്കുന്നതെന്നും ഇക്കാര്യത്തിൽ CBI അന്വേഷണം വേണമെന്നും കേരള കോൺഗ്രസ് ബി ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞു. ആച്ചാപൂച്ചായൊന്നും അന്വേഷിക്കാൻ പറ്റില്ല, CBI അന്വേഷിക്കണം. മോഹൻലാലിൽ നിന്ന് പണം തിരികെ വാങ്ങണം. നേര് പറഞ്ഞതിന് ജിജി തോംസനെ വിമർശിക്കുന്നത് ശരിയല്ലെന്നും ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞു. സ്പോർട്സിന്റെ സെക്രട്ടറി ആയിരുന്നു ഒക്കെ പരിചയമുള്ള ജിജി തോംസനേക്കാൾ ഈ കാര്യത്തിൽ അറിവുള്ള ഒരാളേ ഉള്ളൂ, അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ബാക്കി ആർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. അദ്ദേഹത്തിന് തുടക്കം തന്നെ ജനിച്ചു വീണപ്പോൾ തന്നെ സ്പോർട്സിലായിരുന്നു താല്പര്യം. സർക്കാരിന്റെ തെറ്റുകൾക്കെതിരെയും രാഷ്ട്രീയ നേതാക്കളുടെ അഴിമതിക്കെതിരെയും ശക്തമായി പ്രതികരിക്കാൻ ഇന്ന് ചേർന്ന കേരള കോൺഗ്രസ് ബി സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.